ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയ്ക്കടുത്തുള്ള ആവള എന്നുള്ള സ്ഥലത്താണ്. ആവളയിലെ ഈ തോട്ടിൽ നിറച്ചും കബബ ഫർക്കാറ്റ എന്നുള്ള അല്ലെങ്കിൽ ചല്ലിപ്പൂവ് അല്ലെങ്കിൽ മുള്ളൻ പായൽ എന്നുള്ള ചെടി പൂത്ത് നിൽക്കുകയാണ്. അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. കോഴിക്കോട് ജില്ലയുടെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ആവളപ്പാണ്ടി. പേരാമ്പ്രയ്ക്കടുത്ത് ചെറുവണ്ണൂരിലാണ് ഈ സ്ഥലം. ഇവിടുത്തെ കുറ്റിയോട് നട എന്ന തോട്ടിലാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായി വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ പൂക്കാലം നമുക്ക് കാണാൻ കഴിയുക. ഞാൻ ഇന്ന് യാത്ര ചെയ്യുന്നൊരു റൂട്ടാണിത്. മഴക്കാലത്ത് ഈ തോട്ടിൽ നിറച്ചും വെള്ളമായിരിക്കും. അപ്പം ഈ പായലൊന്നും അന്നേരം കാണാറില്ല. ഇഷ്ടം പോലെ ആൾക്കാർ വേറെ സ്ഥലത്തു നിന്നൊക്കെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് കുളിക്കുകയും നീന്തുകയൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. കഴിഞ്ഞ പല വർഷങ്ങളായിട്ട് ഈ പായൽ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഈ പായൽ പൂത്ത ഇതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത്ര അധികം കാണുന്നത് ഇക്കൊല്ലാണ്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ മുമ്പിലത്തെ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഇതുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴാണ് ഇത് വ്യാപിച്ചിട്ടുള്ളത്. ഒരുപാട് ദൂരെ കിലോമീറ്ററോളം, ഏകദേശം 1 കിലോമീറ്ററോളം ഈ പായലുണ്ട്. ഇത് ലാറ്റിൻ അമേരിക്കൻ സ്വദേശിയായ കബാമ്പ ഫർക്കാറ്റ എന്ന ഇനം അക്വാട്ടിക് പ്ലാന്റ് ആണ്. നമ്മുടെ നാട്ടിൽ ഇതിനെ മുള്ളൻ പായലെന്നോ അല്ലെങ്കിൽ ചല്ലിപ്പായൽ എന്നൊക്കെ നമ്മൾ വിളിക്കും. പ്രാദേശികമായിട്ട് അതിനെ മുള്ളൻ പായലെന്നും ചല്ലിപ്പായൽ എന്നൊക്കെയാണ് വിളിക്കുക. ഇവിടെ ഇത് എത്തിയത് അക്വേറിയങ്ങളിൽ നിന്നായിരിക്കും. നമുക്ക് ഇത് ഓൺലൈനായിട്ടും അതുപോലെയൊക്കെ വാങ്ങാൻ കിട്ടും എന്ന് കേൾക്കുന്നു. അപ്പം അക്വേറിയങ്ങൾ ധാരാളം വന്നതുകൊണ്ട് അക്വേറിയങ്ങൾ ഇടാൻ വേണ്ടി ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ട് അത് വളർത്തിയിട്ട് അത് എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടതാണെന്ന് പറയുന്നു ചില ആൾക്കാർ. ചിലത് ഈ നാടോടികളുണ്ട്, മത്സ്യബന്ധനം നടത്തുന്ന നാടോടികളുടെ കുട്ടവഞ്ചി, അതിപ്പം നമുക്ക് കാണാം പല പുഴകളിലും തോടുകളിലൊക്കെ ഇങ്ങനെ കാണാം. ഈ കുട്ടവഞ്ചി കൊണ്ട് ആൾക്കാർ മീൻ പിടിക്കാൻ പോകുന്നത്. ആ കുട്ടവഞ്ചികളിൽ നിന്നാണ് ഈ ഇവിടെ എത്തിപ്പെട്ടതും ചില ആൾക്കാർ പറയുന്നുണ്ട്. ഈ കോവിഡ് കാലത്തും ഇവിടെയുള്ള ആൾക്കാർ മാത്രമല്ല, പുറത്ത് ജില്ലയിൽ നിന്നുള്ള ആൾക്കാർ വരെ ഇവിടെ ഈ കാഴ്ച കാണാൻ വരുന്നുണ്ട്. റോഡ് മുഴുവൻ ബ്ലോക്കാണ്. രണ്ട് ഭാഗത്തും ബൈക്കും അതുപോലെ കാറൊക്കെ ആയിട്ട് റോഡ് മൊത്തം ബ്ലോക്കാണ്. അപ്പോൾ അത്ര ആൾക്കാർ ഇവിടെ ഈ കോവിഡ് കാലത്തും ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട്. വെള്ളത്തിൻ്റെ മുകളിൽ പൂക്കളും മുള്ളുപോലെയുള്ള ഇലകൾ മുഴുവനായിട്ടും വെള്ളത്തിൻ്റെ അടിയിലുമാണ്. പല വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഈ സസ്യം നമ്മുടെ സ്വാഭാവിക പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുമെന്ന് പറയുന്നു. വെള്ളത്തിൻ്റെ അടിയിലേക്ക് സൂര്യപ്രകാശം എത്തുകയില്ല, ഓക്സിജൻ എത്തുകയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വ്യാപിക്കും. ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് പെട്ടെന്ന് വ്യാപിക്കും. ഇത് കാണാൻ വരുന്ന ആൾക്കാർ കുറേ പേര് ഇത് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ തണ്ടുകൾ ഇവിടെ നിന്ന് എടുത്തിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഇത് വ്യാപിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. ഇതിങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പം ഇത് വ്യാപിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം നമ്മുടെ നാട്ടിലും അതുപോലെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ ഇനിയിപ്പം ഇത് ധാരാളമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.
വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഇത് കൂട്ടായിട്ടുണ്ടാകുന്നത്. ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ ഇത് കുറവാണ്. അപ്പം നല്ല ഒഴുക്കുണ്ടെങ്കിൽ അവിടെ ഇത് അധികം കാണാറില്ല. വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ, ഒഴുക്കില്ലെങ്കിൽ ഇത് ധാരാളമായിട്ട് വ്യാപിക്കുന്നത് കാണാം. ഈ നാടും ഇവിടുത്തെ കാഴ്ചകളും വൈറലാവാൻ കാരണം ഈ ചല്ലിപ്പൂവിൻ്റെ ആകാശ ദൃശ്യങ്ങൾ ആണെന്ന് പറയാം. പൂക്കൾ കൂട്ടത്തോടെ വിരിയുമ്പോഴാണ് ഭംഗി. അത് കളച്ചെടിയായാലും അല്ലെങ്കിലുമൊക്കെ നമുക്ക് അറിയാം, ഈ ഏതെങ്കിലും ചെടികളൊക്കെ കൂട്ടത്തോടെ പൂക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അത് മൂന്നാറിലെ നീലക്കുറിഞ്ഞിയായാലും അതുപോലെ മലരിക്കലുള്ള ആമ്പൽ വസന്തവും ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ട് പലപ്പോഴും കാണുന്ന വേളപൂത്ത കാഴ്ചകളും സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുണ്ട് ധാരാളം. അതപ്പം ഒരുമിച്ച് പൂക്കുന്ന ചെടികൾ, ധാരാളം ചെടി അല്ലെങ്കിൽ ഒരുമിച്ച് ധാരാളം പൂക്കൾ കാണുമ്പോൾ ആ ഭംഗിയാണ് ഈ പായലിൻ്റെ പൂക്കളെയും വൈറലാക്കിയത്. ശരിക്കും ഉച്ചയ്ക്ക് 11 മണിയോടെ ഈ പൂക്കൾ നന്നായി വിടർന്ന് ഉച്ച കഴിഞ്ഞൊരു 3 മണിയോടെ ഇത് വാടിപ്പോകുന്നുണ്ട്. അപ്പം നല്ല വെയിലുള്ള സമയത്ത് നല്ല വയലറ്റ് നിറാണ് ഈ പൂക്കൾ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ, നല്ല വയലറ്റ് നിറാണിപ്പോൾ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല തിരക്കാണ് ഇവിടെ. ആളുകൾ ധാരാളമായിട്ട് ഇവിടെ വരുന്നുണ്ട്. സഞ്ചാരികൾ വർദ്ധിച്ചതോടുകൂടി ഇവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, വഴിവാണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് കാലമായതുകൊണ്ട് ഇവിടെയുള്ള പ്രാദേശികവാസികൾക്ക് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ആൾക്കാർ വരുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെ സഞ്ചാരികൾക്ക് വിലക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്.